രാവിലെ മഴ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. വല്ലാത്തൊരു സുഖം അപ്പോൾ മനസ്സിന്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ സെക്കീന പുട്ടുണ്ടാക്കുന്നുണ്ട്, കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. അന്നേരം രണ്ടാമത്തെ ബ്രദറും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് എപ്പോഴും ചക്ക ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള വരിക്ക ചക്ക. ഇപ്പോൾ ചുള പറിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് നോക്കിയേ, രാവിലെ തന്നെ കിട്ടിയ കാളാഞ്ചി മീനാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ, ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ അതിരാവിലെ പോയിട്ടിട്ടെങ്കിൽ നമുക്ക് നല്ല മീൻ കിട്ടും. ഇതുപോലെ വലിയ മീനുകളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു പൂതിക്ക് കഴിക്കാനേ പറ്റുള്ളൂ അല്ലേ. അതല്ലെങ്കിൽ നമ്മളെ പോക്കറ്റ് എളുപ്പം കാലിയായി പോകും. ഇതിപ്പോൾ പാടത്തു നിന്നൊക്കെ പറിച്ചെടുക്കുന്ന കൊഴുപ്പച്ചീരിയാണ്. തോരൻ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇപ്പോൾ ഇതാ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഊണഴിക്കാനുള്ളൊരു ടൈമായി. മീൻ കറിയുടെ കൂടെ മോര് കറി ഉണ്ട്, അതുപോലെ കടച്ചക്ക തോരനുണ്ട്. അങ്ങനെ ഞാനും അതിൻ്റെ കൂടെ കുശാലായി ഊണൊക്കെ കഴിച്ച് അതിനുശേഷം ടൗണിലേക്ക് പോയി 1-2 കാര്യം വാങ്ങാനുണ്ടായിരുന്നു. പോയി തിരിച്ചു വരുമ്പോൾ സക്കീന ഇവിടെ നല്ല പത്തിരിയൊക്കെ ചുട്ട് വെക്കുന്നുണ്ട് വൈകുന്നേരത്തിന്. അതിനിടയിൽ കറി ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേയുടെയാണ്. അത് ചേച്ചി മീൻ കൊണ്ടുവരുന്ന ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ ചെമ്മീനും കക്കർച്ചയാണ്. അപ്പോൾ ഈ ചേച്ചി കൊണ്ടുവരുന്ന മീൻ എപ്പോഴും നല്ലതായിരിക്കുള്ളൂ കേട്ടോ, നല്ല രുചിയുണ്ടാവും. നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ചെറിയ തെങ്ങുകൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കരിക്കിന് ക്ഷാമം ഉണ്ടാവില്ല നമുക്ക്. സത്യം പറഞ്ഞപ്പോൾ തെങ്ങ് കയറാനൊക്കെ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പുള്ളിയുടെ വർഷങ്ങളായിട്ട് കയറുന്നതാണ് കേട്ടോ. എന്നാലും തുമ്മാടെ പുതിയൊരു ഹെൽപ്പറാണ് പുള്ളിക്കാരി. എപ്പോഴും താഴെ തന്നെ ഇരിക്കുള്ളൂ. സുനിതനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നാട്ടിൽ മാംഗോസ്റ്റിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ വഴിയോരത്തൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും മാംഗോസ്റ്റിൻ. അത്യാവശ്യം വിലയുണ്ടെങ്കിലും നമ്മൾ കാണുമ്പോൾ വാങ്ങും. ഇത് ശരിക്കും ഈ കുടംപുളി കഴിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇതിനും നല്ല മധുരവും ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ട് പ്രാവശ്യം അത് നല്ലോണം കഴിച്ചു. മാംഗോസ്റ്റിൻ കഴിച്ച ടേസ്റ്റ് കൊണ്ട് തന്നെ ഇക്ക മാംഗോസ്റ്റിൻ്റെ തൈ വാങ്ങിയിട്ട് ഇവിടെ വെപ്പിക്കുന്നുണ്ട്. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പറമ്പിൽ മെയ്യാനെങ്കിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ജിമ്മിലും പോകേണ്ട ആവശ്യമില്ല അല്ലേ. അടിപൊളി ചക്ക അധികം കിട്ടുമ്പോൾ നമുക്ക് ചുള പറിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കിയാൽ ചിലവായിക്കോളൂ. ഇതിപ്പോൾ അറഫ നോമ്പിൻ്റെ അന്നാണ്. എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും വെള്ളങ്ങളൊക്കെ എല്ലാവർക്കും എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെയാണ് ഈ വീട്ടിലെ 2-3 ദിവസത്തെ വിശേഷങ്ങൾ. പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.